മിറാഷ് ആണ് നമ്മുടെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ. അപ്പൊ ഇതിന്റെ പോസ്റ്റർ നോക്കുകയാണെങ്കിൽ തന്നെ ഭയങ്കര നിഗൂഢത നിറഞ്ഞ പോസ്റ്റർ, പിന്നെ പ്രൊമോ വീഡിയോസിലെ BGM ഒക്കെ ഭയങ്കര പേടി ഉണ്ടാക്കുന്ന BGM ആണ്. അപ്പം എന്താണ് മിറാഷ്? മൊത്തത്തില് നിങ്ങൾ എല്ലാവരും മിറാഷ് എന്ന് പറഞ്ഞാൽ ഇതൊരു നല്ലൊരു എന്റർടൈനർ സിനിമയാണ്. ഒരു ത്രില്ലറാണ്, കുറച്ച് മിസ്റ്റീരിയസ് ആയിട്ട് മിസ്റ്ററി ഉള്ള ത്രില്ലറാണ്. ഇമോഷൻ ഉണ്ട്, ബട്ട് നോട്ട് ലൈക്ക് അങ്ങനെ കൂടുതലും ഇമോഷനേക്കാൾ കുറെ ഇവന്റ്ഫുൾ ആണ്. ഒത്തിരി ഒരു അതിനകത്ത് അപർണയുടെ ഒരു ക്യാരക്ടർ അഭിരാമി എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ഒരു ജേർണി, കുറച്ച് പുള്ളി ചില എന്താ ലുക്കിംഗ് ഫോർ സം ആൻസേഴ്സ്. അപ്പൊ ആ ലൈഫിലേക്ക് ഒന്ന് രണ്ട് പേരൂടെ വന്ന് കയറുകയാണ്. ഓക്കെ, സഹായിക്കാനും അക്കൂട്ടത്തിൽ അവർക്ക് ചില കാര്യങ്ങൾ അവർക്കും അവരുടേതായ ഒരു ഇതുണ്ട്. അപ്പൊ അവര് 3 പേരും ഇങ്ങനെ പോകുമ്പോൾ അവര് പല സംഭവങ്ങൾ കാണുന്നുണ്ട്. പക്ഷെ ആ കാണുന്നത് ഞാൻ ഒരു സംഭവം കണ്ടു അതാണെന്ന് വിശ്വസിച്ച് മുന്നോട്ട് ചെല്ലുമ്പോൾ അതല്ല, അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ആ മിറാഷ് എന്ന് പറഞ്ഞ വാക്കിന്റെ തന്നെ അർത്ഥം. ഫേഡ്സ് ആസ് ഇറ്റ് ഗെറ്റ്സ് ക്ലോസർ എന്ന് പറയുന്നത്. ബേസിക്കലി ഇതൊരു ത്രില്ലറാണ്, ഒരു മിസ്റ്ററി ഫിലിമാണ്. അപ്പം അപർണ ചേച്ചി ഒരുപാട് ഭയങ്കര സ്ട്രോങ് വുമൺ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പൊ ഇതിനകത്തെ ക്യാരക്ടർ എങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്? ഇതിലൊരു ഫിനാൻസ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു അക്കൗണ്ടന്റ് ആണ്, അഭിരാമി എന്നാണ് പേര്. പാവം. ഈ പറഞ്ഞ മാതിരി അഭിരാമിയെ ചുറ്റിപ്പറ്റി കുറെ കാര്യങ്ങൾ നടക്കും. അപ്പൊ അതിന് കുറെ ആൻസേഴ്സ് തേടി ഉള്ളൊരു ജേർണിയാണ് അതിന്. അപ്പൊ അതിലേക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ടും ഈ ആൻസേഴ്സ് കൂടെ കണ്ടുപിടിക്കാനായിട്ടും വരുന്ന കുറെ ക്യാരക്ടേഴ്സും അങ്ങനെയാണ് നമ്മളിപ്പം ഈ എന്താ പറയാ ഞാനും ആസിഫ് കെയും ആ സിനിമയില് മീറ്റ് ചെയ്യുന്ന. ലൈക്ക് എന്തുകൊണ്ട് ഓരോന്ന് സംഭവിച്ചു, അല്ലെങ്കിൽ ആ ആൻസേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഒരു ജേർണിയുടെ ഇതിലാണ്, സ്റ്റാർട്ടിങ്ങിലാണ്. അങ്ങനെ അതാണ് എൻ്റെ ഒരു ക്യാരക്ടറിന്റെ ഒരു ബേസ്. ആസിഫ്കയുടെ ക്യാരക്ടർ അശ്വിൻ എന്നാണ് ക്യാരക്ടറിന്റെ പേര്. അശ്വിൻ ഒരു ഓൺലൈൻ ജേർണലിസ്റ്റ് ആണ്, ഇൻവെസ്റ്റിഗേഷൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പൊ അശ്വിന്റെ പേജിന് തന്നെ ഒരു ഐഡന്റിറ്റി ഉണ്ട്. സത്യസന്ധമായ ന്യൂസുകൾ കൃത്യമായ ആളുകളിലേക്ക് എത്തിക്കുക, വളച്ചൊടിക്കലുകൾ ഇല്ലാത്ത പ്യുവർ ഫാക്ട്സ്, അതാണ് ചാനലിന്റെ പേരും. കുറച്ച് ആളൊരു ഇച്ചിരി ഹൈപ്പർ ആക്റ്റീവ് ആണ്, ഭയങ്കര എന്താ പറയാ എല്ലാത്തിന്റെയും പുറകെ ഇങ്ങനെ അന്വേഷിച്ചു പോയി അതിന്റെ സത്യാവസ്ഥ കണ്ടുപിടിക്കണം എന്ന് വാശിയുള്ള ഒരാളാണ്. അപ്പം ഇവർക്ക് കോമൺ ആയിട്ട് വരുന്ന ഒരു പ്രശ്നം, അതിന്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അബിയുടെ ജീവിതത്തിലേക്ക് പോയി കയറി അതിന്റെ അകത്ത് പെട്ടുപോകുന്ന ഒരാളാണ്. ഇവരെല്ലാരും പറഞ്ഞ പോലത്തെ കോമൺ ഫാക്ടർ ഉള്ളൊരു ഒരു ക്യാരക്ടറാണ്. ഓക്കെ, അപ്പം ഒരു ജിത്തു ജോസഫ് മൂവി എന്ന് പറയുമ്പോൾ, അതുപോലെ തന്നെ ആസിഫ് ക, അപർണ ചേച്ചി, ഹക്കീം ക എല്ലാവരും ഉള്ളൊരു മൂവി എന്ന് പറയുമ്പോൾ ഞങ്ങൾ പ്രേക്ഷകരുടെ എക്സ്പെക്ടേഷൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പൊ ഈ എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്യുമെന്നുള്ള ടെൻഷൻ ഉണ്ടോ നിങ്ങൾക്ക്? സിനിമ എപ്പോഴും, പ്രത്യേകിച്ച് ഇപ്പം ജിത്തു സാറിന്റെ ഒരു ലേബിൾ വരുന്ന സമയത്ത് തന്നെ നമുക്ക് ആ സിനിമ എന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. അതിന്റെ പബ്ലിസിറ്റി പ്രൊമോഷൻസിന് വിടുന്ന മെറ്റീരിയൽസ് വെച്ച് നമ്മുടെ മനസ്സിൽ നമ്മളൊരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യും. എന്നിട്ട് അതിനെ മീറ്റ് ചെയ്യാൻ പറ്റുക, അല്ലെ അതിന്റെ മുകളിൽ പോകാന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അപ്പൊ പ്രേക്ഷകർ ഓരോ സിനിമ കഴിയുന്തോറും, ഇപ്പൊ നമ്മള് ജിത്തു സാറിന്റെ പ്രത്യേകിച്ച് ത്രില്ലർ സിനിമകൾ എന്ന് പറയുമ്പോൾ അതിന് ഒരു നാഷണൽ ലെവൽ അറ്റൻഷൻ തന്നെ ഉണ്ടാവും. അപ്പൊ ആ ഒരു എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും വലിയ ചാലഞ്ചും ഏറ്റവും വലിയ ടെൻഷനും. അപ്പം ജിത്തു സാർ ആണെങ്കിൽ ഒരുപാട്, ഇപ്പം മമ്മി ആൻഡ് മീ ആയിക്കോട്ടെ, മൈ ബോസിലായിക്കോട്ടെ, ഒരുപാട് റിയൽ ലൈഫിലത്തെ ഒരുപാട് ഇൻസിഡൻസ് മൂവിയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലത്തെ എന്തെങ്കിലും ഇൻസിഡൻസിനകത്ത്? പ്യൂർലി ഫിക്ഷണലാണ്. നമ്മൾ അതിനകത്തെ കുറച്ച് ക്യാരക്ടേഴ്സിനെയൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഇപ്പൊ ഈ പറഞ്ഞ ഓൺലൈൻ റിപ്പോർട്ടേഴ്സ് അവരുടെ ഒരു രീതി, അവരുടെ ഇത്, അതിൽ നിന്ന് വിഭിന്നമായി പുള്ളിക്ക് ഒരു ടിപ്പിക്കൽ അശ്വിന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതാ പറഞ്ഞത്, എല്ലാരും കുറെ എന്താ പറയാ അതിൽ നിന്ന് കുറെ ഗോസിപ്സും അല്ലെങ്കിൽ ഇതൊക്കെ വെച്ച് കളിക്കുമ്പോൾ അശ്വിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് ഒരു ന്യൂസിന്റെ യാഥാർത്ഥ്യം, അതാണ് പ്യുവർ ഫാക്ട്സ് എന്നിട്ടേക്കുന്നത്. പുള്ളിക്ക് അതിൽ നിന്ന് കഥകൾ ഉണ്ടാക്കണ്ട, ഇതാണ് യാഥാർത്ഥ്യം, ഇതാണ് പുള്ളി പ്രൊജക്ട് ചെയ്തത്. അങ്ങനെ പുള്ളി മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാവാൻ ആഗ്രഹിച്ച് ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരു എന്താ പറയാ ഒരു ഓൺലൈൻ ഇതാണ്. അതൊക്കെ നമ്മൾ ഇവിടെ കാണുന്ന പല ഇതിൽ നിന്നും ഒരു ബേസിക് ഐഡിയ എടുത്തിട്ട് അതിന് ആ ക്യാരക്ടറിന് ഒരു സ്വഭാവം കൊടുത്ത് അങ്ങനെ ഇടുവല്ല, അല്ലാതെ ടോട്ടൽ സ്റ്റോറി ഫിക്ഷണലാണ്. അപ്പം അപർണ ചേച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ഓരോ സിനിമയ്ക്കും വേണ്ടിയിട്ട് ചേച്ചി എടുക്കുന്ന ഓരോ ഹാർഡ് എഫേർട്സ് ആണെങ്കിൽ എടുത്ത് പറയേണ്ടതാണ്. കാരണം ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ രായനിൽ ഉള്ളൊരു ലുക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് ചബ്ബി ആയിട്ടുള്ള ക്യാരക്ടറാണ്. പിന്നീട് കണ്ട സിനിമയിലാണെങ്കിൽ ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ഒരു ലുക്കാണ്. അപ്പം ഇതിന് വേണ്ടിയിട്ട് ചേച്ചി എത്രത്തോളം എഫേർട്ട് എടുക്കുന്നുണ്ട്, എന്തൊക്കെയാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്? ഭയങ്കര
ഞാൻ ബോഡി ട്രാൻസ്ഫോർമേഷൻ ഒന്നും ഞാൻ വേണമെന്ന് വെച്ച് ചെയ്തിട്ടില്ല. പക്ഷെ റായന്റെ പോയപ്പം ധനുഷ് സാറിന് ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ വേണം എന്ന ആ ക്യാരക്ടറിന് കൂടുതൽ അതാണ് സൂട്ടബിൾ ആവുക എന്ന് പറഞ്ഞുകൊണ്ട് വേറൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ തടി കുറച്ചായിരുന്നു. പക്ഷെ അത് കോൺഷ്യസ്ലി അങ്ങനെ വേണം എന്ന് പക്ഷെ അതിന് ക്യാരക്ടറിന് അതൊരു പ്ലസ് പോയിന്റ് ആയി. പ്രോബ്ലി അത് വേറെ ഒരു ഞാൻ ഭയങ്കര ലീനായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാരക്ടർ വർക്ക് ആവില്ല. ആ ഒരു ക്യാരക്ടറിന്റെ ബോഡി ലാംഗ്വേജ് എല്ലാം അങ്ങനെ ഇരിക്കണം എന്നുള്ളതുകൊണ്ട് ഉള്ളതാണ്. അല്ലാണ്ട് ഇപ്പം അങ്ങനെ ഞാൻ ബോഡി ട്രാൻസ്ഫോർമേഷൻ എഫേർട്ട് ഒന്നും എടുത്തിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല. ഓക്കെ. അപ്പം ആസിഫ് ഖാൻ ഇപ്പം ഋതുവിൽ നിന്ന് ഇപ്പം മിറാഷിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഈ ഒരു 16 വർഷം അല്ലേ, 70ഓളം മൂവീസ് നായകനായിട്ടും നിർമ്മാതാവായിട്ടും വില്ലനായിട്ടും ഒരുപാട് ക്യാരക്ടേഴ്സിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഇപ്പൊ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരുന്ന മുഖങ്ങൾ, ഏറ്റവും കൂടുതൽ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളതൊക്കെ ആരോടൊക്കെയാ? എന്റെ കൂടെ സിനിമ ചെയ്ത എല്ലാരെയും ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. എല്ലാ വർക്ക് ചെയ്ത ടെക്നീഷ്യൻസും ആർട്ടിസ്റ്റും എല്ലാവരും ഈ ഇന്ന് ഞാൻ ആസ്വദിക്കുന്ന എല്ലാ സന്തോഷത്തിനും അവർക്ക് അതിന്റെ ക്രെഡിറ്റ്സ് ഉണ്ട്. പിന്നെ ഡെഫിനറ്റ്ലി ശ്യാം സാറിനെ പറ്റി പറയാതിരിക്കാൻ പറ്റൂല. എനിക്കൊരു വലിയ ഓപ്പണിംഗ് തന്ന, ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമാക്കി മാറ്റിയത് ശ്യാം സാറാണ്. അപ്പോൾ ആദ്യം ആലോചിക്കുമ്പോൾ വരുന്നത് അദ്ദേഹത്തിന് മോഹൻ തന്നെയാണ്. പിന്നെ എല്ലാ നല്ല സിനിമകളും മോശം സിനിമകളും ഒക്കെ ആയിട്ട് ജീവിതത്തിൽ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. ഡെഫിനറ്റ്ലി എല്ലാവരും ഉണ്ട്. ഗിൽറ്റ് വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് ഉണ്ടോ എപ്പോഴെങ്കിലും? ഗിൽറ്റ് ട്രിപ്പ് കിട്ടിയിട്ടുള്ളത് ചില സമയത്ത് ചില സിനിമകളിൽ വർക്ക് ആവാതെ ഇരിക്കുന്ന ഇപ്പോൾ നമുക്ക് എന്തുകൊണ്ട് അത് പറ്റിയെന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഞാനിട്ട് എഫേർട്ട് ചില സമയത്ത് പെർഫോമൻസസിൽ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ വിഷമം ഉണ്ടാവും സിനിമകൾ വരുമ്പോ. അതിന് പക്ഷെ ഒരു അത്രയും ഗിൽറ്റ് ഫീൽ ചെയ്തിട്ടില്ല. കാര്യം അങ്ങനെയുള്ളതിൽ നിന്നൊക്കെയാണ് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചതും. ഇപ്പം ചില റിവ്യൂസ് പറയുമ്പോൾ ഉണ്ടായിട്ടുള്ള വിഷമങ്ങളിൽ നിന്ന് നമ്മൾ അതിന് ശ്രദ്ധിക്കാൻ, ഓരോ കാര്യങ്ങൾ ശ്രദ്ധിക്കാന്ന് പറയുന്നുണ്ട്. അപ്പൊ അവരെ നല്ലത് പറയുന്നതിനേക്കാൾ മോശം പറയുന്ന ആളുകളെ ആയിരിക്കും നമ്മൾ അധികം ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പൊ ഈ ഒരു 16 വർഷത്തെ ജേർണിയിൽ ഏറ്റവും ഹാർഡസ്റ്റ് പാർട്ട് ഏതായിരുന്നു ചോദിച്ചാൽ എന്താ പറയാ? നല്ല സിനിമകളുടെ ഭാഗമാവുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പം നമ്മള് എങ്ങനെയാണ് ഒരു നല്ല സിനിമ സെലക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് അറിയില്ല. നല്ല സിനിമകളിൽ നമ്മൾ എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് തന്നെയാണ് ഹാർഡസ്റ്റ് ആയിട്ടുള്ളത്. ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെയുള്ള സിനിമകളും പെർഫോമൻസസും ചെയ്യാൻ പറ്റുക. ഡെഫിനറ്റ്ലി വെരി ഹാർഡ്. അതുപോലെ തന്നെ അപർണ ചേച്ചി ഇപ്പം സിനിമയിൽ വരുന്നതിനെക്കാട്ടിലും കൂടുതൽ ടഫാണ് സിനിമയിൽ സർവൈവ് ചെയ്യാന്ന് പറയാ. അപ്പൊ ഈ ഒരു ജേർണിയിൽ ഏറ്റവും കൂടുതൽ ചേച്ചിക്ക് ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ട് ഏറ്റവും സ്ട്രഗ്ലിംഗ് ആയിട്ട് തോന്നിയത് എവിടെ? അത് തന്നെയാണ്. ഇപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ കുറെ പേര് വരുന്നുണ്ട് ഇൻഡസ്ട്രിയിലേക്ക്, കുറെ പുതിയ ആൾക്കാർ വരുന്നുണ്ട്. അതിനിടയിൽ നമുക്ക് ഇപ്പോഴും നല്ല സിനിമകളുടെ ഭാഗമാകാൻ പറ്റുക പറയുന്നത് എനിക്ക് ഭയങ്കര എന്താ പറയാ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ അതിന്. കാരണം എപ്പോഴും എനിക്കും തോന്നിയിട്ടുള്ള ഒരു കാര്യം, നമ്മളിപ്പോ വന്നു, അത് എനിക്ക് ഏറ്റവും ഒരു ജാക്ക് പോട്ടായിരുന്നു മഹേഷ്ട്രപ്രതികാരം എന്ന് പറഞ്ഞ സിനിമ കിട്ടുക എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഭയങ്കര ക്ലൂലെസ് ആയിരുന്നു. എങ്ങനെയാ അത് അപ്രോച്ച് ചെയ്യണ്ടേ, എന്ത് ചെയ്യണം എന്നുള്ള ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അതൊക്കെ ഓരോന്നിലൂടെയാണ് നമ്മളും അത് പഠിച്ചു വരുന്നത്. പക്ഷെ ഇപ്പോഴും നല്ല സിനിമകളുടെ ഭാഗമാകാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് എനിക്ക് ഭയങ്കര ഭാഗ്യം തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്.